ഫ്രണ്ട്സ്, സുഷസ് പാരഡൈസ് ഫോർ ആനിമൽസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഇന്ന് ഒരു ന്യൂസ് കേട്ടു. ആ ന്യൂസിനെ സംബന്ധിച്ച് കേട്ടപ്പോൾ ഒരു ചെറിയ വിഷമമുണ്ടായി. എങ്കിലും അതിൻ്റെ പിന്നിൽ കുറേ കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ച് ഒന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചു. കാരണം നമ്മൾ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും ഒരു മനുഷ്യൻ്റെ ജീവന് കുറച്ച് വില നമ്മൾ കൽപ്പിക്കുന്നവരാണ് എല്ലാവരും. അതുപോലെ ഒരാൾ മരണപ്പെട്ടു എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ എല്ലാവർക്കും കുറച്ച് വിഷമമുണ്ടാവും. അതിൻ്റെ പിന്നിലെ കാരണം എന്ത് തന്നെ ആയാലും, ഒരു ക്രിമിനലായാലും കൊല്ലപ്പെട്ട് കഴിയുമ്പോൾ അല്ലെങ്കിൽ മരണപ്പെട്ട് കഴിയുമ്പോൾ ഒരു ചെറിയൊരു അതൊക്കെ നമ്മുടെ മനുഷ്യത്വ സഹജമായ ചില വേദനകളാണ്. അപ്രകാരം ഒരു ന്യൂസ് ഇന്ന് കേൾക്കാനിടയായി. ഞാൻ കണ്ടിട്ടില്ല, ആ വീഡിയോ ഞാൻ കണ്ടിട്ടില്ല. കാരണക്കാരി എനിക്കറിയില്ല, മരിച്ച ആളെക്കുറിച്ചും എനിക്കറിയില്ല. ഞാൻ കേട്ട് ആ ന്യൂസിനെ കുറിച്ച് കേട്ടപ്പോൾ തന്നെ നമുക്ക് കാര്യം മനസ്സിലാവുമല്ലോ. കൂടുതൽ അങ്ങോട്ട് ചെകയാൻ പോയില്ല. കാരണം ആളെ മനസ്സിലാക്കിയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ പിന്നെ അവരെ നമ്മൾ ഇൻസൾട്ട് ചെയ്യുന്നതായിട്ട് തോന്നും. അതുകൊണ്ട് ഞാൻ സത്യമായിട്ട് ആ വീഡിയോ ഇതുവരെയും കണ്ടിട്ടില്ല. കേട്ടു. മറ്റൊരാൾ എൻ്റെ വീട്ടിൽ അത് ആ വീഡിയോ പ്ലേ ചെയ്തപ്പോൾ ഞാൻ കേട്ട ഒരു ഇതാണ്. അതിനെക്കുറിച്ച് ഒരു 2 വാക്ക് പറയാമെന്ന് പറഞ്ഞു. കാരണം നമ്മളെല്ലാം പെണ്ണുങ്ങളാണ്. നമുക്കൊക്കെ യാത്ര ചെയ്യുമ്പോഴായാലും ബസ്സിലായാലും പുറത്തിറങ്ങുമ്പോഴായാലും പുരുഷന്മാരിൽ നിന്നും മോശമായ പെരുമാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്കും ഇതുപോലുള്ള ചില സാഹചര്യങ്ങൾ വന്നിട്ടുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ നമ്മൾ ചില സമയത്ത് നമ്മൾ പ്രതികരണം ഏത് രീതിയിലാകണം എന്ന് നമുക്ക് തന്നെ ചിന്തിച്ച് പ്രവർത്തിക്കാൻ പറ്റാതെ വരുന്ന ചില സമയത്താണ് ഇങ്ങനെയുള്ള ചില പാകപ്പിഴകൾ, ന്യൂനതകൾ വരുന്നത്. ഇപ്പോൾ ചില സമയം നമ്മുടെ മൂഡിന് നമുക്ക് പ്രതികരിക്കാൻ തോന്നും, ചില മൂഡിൽ നമുക്ക് പ്രതികരിക്കാൻ തോന്നില്ല. ചിലപ്പോൾ നമുക്കത് വലിയ വിഷയമൊന്നും ഉണ്ടാക്കിയില്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ അപ്പോഴത്തെ മാനസികാവസ്ഥ പോലെ ഇരിക്കും. പക്ഷേ ഇന്നത്തെ കാലത്ത് എല്ലാവരും പ്രതികരിക്കുന്നവരാണ്, പല രീതിയിൽ പ്രതികരിക്കുന്നു. പക്ഷേ ഏറ്റവും വലിയ പ്രതികരണം എന്ന് പറയുന്നത് ഇപ്പോൾ വീഡിയോ എടുത്തിട്ട് ഉള്ള ഒരു പ്രതികരണമാണ്. വീഡിയോ എടുത്ത് യൂട്യൂബിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയകളിലോ ഒക്കെ നമ്മൾ പ്രദർശിപ്പിക്കും. അപ്പോൾ അത് ചിലർക്കത് ഇൻസൾട്ടിങ് ആവും, ചിലർക്ക് അത് വിഷയമൊന്നും ആയിരിക്കില്ല. അപ്പോൾ ഇൻസൾട്ടിങ് ആയ ഒരു വ്യക്തിയായിരിക്കണം ഒരു സൂയിസൈഡ് ചെയ്തത് എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ അതിൻ്റെ പിന്നിലുള്ള ഒരു ചേതോവികാരം. ഇപ്പോൾ ആ കുട്ടി വീഡിയോ എടുത്തു. എല്ലാ പെൺകുട്ടികളും ഇപ്പോൾ വീഡിയോ എടുക്കാറുണ്ട്. പക്ഷെ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ എന്തിന് എന്ന് ഒരു ചോദ്യം കൂടെ നമുക്കുണ്ട്. ഒന്ന്, നമ്മൾ ആ വിഷയത്തിൽ നമ്മളിങ്ങനെ ആക്രമണത്തിന് അപമാനത്തിന് ഇരയാക്കപ്പെട്ടു എന്നുള്ളതിൻ്റെ ഒരു തെളിവായിട്ട് നമ്മൾ വീഡിയോ എടുത്ത് വെക്കും. രണ്ടാമത് അതിനെക്കുറിച്ച് കേസ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ പോലീസ് സ്റ്റേഷനിലോ കോടതിയിലോ സമർപ്പിക്കാനുള്ള ഒരു തെളിവായിട്ട് നമ്മൾ വീഡിയോ എടുത്ത് വയ്ക്കും. അല്ല എങ്കിൽ നമ്മുടെ ബന്ധുക്കളെ വീട്ടിൽ കൊണ്ടുപോയി അച്ഛനെയോ സഹോദരങ്ങളെയോ കാണിക്കാൻ വേണ്ടി ആ ആളെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി വീഡിയോ എടുത്ത് വയ്ക്കും. ഇങ്ങനെ വിവിധങ്ങളായ കാര്യങ്ങൾക്ക് നമ്മൾ വീഡിയോ എടുക്കും. പക്ഷേ ഇതൊന്നും അല്ലാതെ നമ്മളൊരു വീഡിയോ എടുത്ത് ഒരു സോഷ്യൽ മീഡിയ, അയാൾ ചെയ്തത് 1 സെക്കൻഡ് അല്ലെങ്കിൽ 1 മിനിറ്റ് നേരത്തെ ഒരു തെറ്റാണ്. ആ സെക്കൻഡിൽ സ്പോട്ടിൽ നമുക്ക് പ്രതികരിച്ച് ആ തെറ്റ് അയാളെ ബോധ്യപ്പെടുത്തി വിടാമായിരുന്ന ഒരു സാഹചര്യത്തിൽ നമ്മളത് വീഡിയോ എടുത്ത് ഒരു സോഷ്യൽ മീഡിയയിൽ കാണുമ്പം കോടിക്കണക്കിന് ജനങ്ങളത് കാണും. കോടിക്കണക്കിന് വർഷങ്ങൾ ഈ ഓൺലൈനിൽ ഈ സാധനം ഇങ്ങനെ കിടന്ന് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതാവസാനം വരെ ഇടപഴകുന്ന ആ സാമൂഹിക മേഖലകളിൽ ഈ വീഡിയോ കണ്ട് അയാളെല്ലാവരുടെയും കണ്ണിലൊരു മോശപ്പെട്ട ഒരാളായിട്ട് മാറും. അപ്പോൾ അത് ഉൾക്കൊള്ളാനും അഭിമുഖീകരിക്കാനും പറ്റാതെ വരുന്ന സമയത്താണ് ചിലർ ആത്മഹത്യ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്നത് നല്ലതാണ്. പക്ഷേ വീഡിയോ എടുക്കുന്നത് എന്തിന് എന്ന് നമുക്ക് ഉത്തമമായ ഒരു ബോധ്യം ഉണ്ടായിരിക്കണം. അത് ശരിയായ ആവശ്യത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കണം. ഒരു ചെറിയ തെറ്റിനൊക്കെ നമുക്ക് സ്പോട്ടിൽ കാരണം ഒരു ശാരീരിക ബുദ്ധിമുട്ടാകുമ്പോൾ നമ്മൾ സ്പോട്ട് പ്രതികരിക്കണം. അല്ലാതെ നമ്മൾ വീഡിയോ എടുത്ത് വെച്ച് കഴിഞ്ഞ് അതെല്ലാം അനുഭവിച്ചിട്ട് പിന്നെ അതുകൊണ്ടൊരു വീഡിയോ ഇട്ടതുകൊണ്ട് ആ കുട്ടിക്കും ഒരു ഗുണമില്ല, അയാൾക്കും ഒരു ഗുണമില്ല. അയാളുടെ തെറ്റയാൾക്ക് മനസ്സിലാവണമെങ്കിൽ ഒരു 10 പേരെ മുമ്പിൽ വെച്ച് നമ്മൾ അയാളെ വഴക്ക് പറയണം. അപ്പോൾ സമാനമായ മറ്റൊരു വീഡിയോയിൽ ഒരു പെൺകുട്ടി വീഡിയോ എടുക്കുകയും ചെയ്തു, സ്പോട്ട് പ്രതികരിക്കുകയും ചെയ്തു. അപ്പോൾ അയാൾ ആ കുട്ടിയുടെ മുൻപിൽ, ആ കുട്ടിയുടെ ഒരു മുത്തച്ഛൻ്റെ പ്രായമുണ്ട് അയാൾ, എന്നിട്ടും ആ മനുഷ്യൻ 2 കൈ കൊണ്ട് തൊഴുത് ആ കുട്ടിയോട് ക്ഷമ ചോദിക്കുന്ന നാണം കെടുത്തരുത് എന്ന്. അപ്പോൾ അതുപോലത്തെ ചില സാഹചര്യങ്ങൾ മനുഷ്യൻ്റെ അയാളുടെ അപ്പോഴത്തെ മൂഡ് എന്താണ്, അദ്ദേഹം മദ്യപാനിയായിരുന്നോ അല്ലെങ്കിൽ മാനസിക പ്രശ്നമുള്ള ആളായിരുന്നോ, ആ സമയം അയാളുടെ വികാരം അയാൾക്കേ അറിയാവൂ, നിങ്ങളുടെ വികാരം നിങ്ങൾക്കേ അറിയാവൂ. അപ്പോൾ പ്രതികരിക്കാതിരുന്നാലും ചിലർ പറയും അവൾ അത് ഇഷ്ടപ്പെട്ടിട്ടാണ്, അല്ലെങ്കിൽ അവൾക്ക് സമ്മതമാണ്, അല്ലെങ്കിൽ അത് സുഖം കൊണ്ടാണ് ഇരുന്ന് കൊടുക്കുക എന്നും പ്രതികരിക്കും. അപ്പോൾ അതൊക്കെ നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങൾ. പക്ഷേ എങ്കിലും നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ
ദയവ് ചെയ്ത് ഇനിയെങ്കിലും നമ്മൾ സോഷ്യൽ മീഡിയയിലിട്ട് നമുക്ക് വൈറലാവാൻ ഉദ്ദേശിച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ നിരപരാധിത്വം കാണിക്കാനായിരിക്കും. പക്ഷെ അതിൻ്റെ പിന്നിൽ പതിയിരിക്കുന്ന അപകടങ്ങളെക്കുറിച്ച് കുറച്ചെങ്കിലും നമ്മൾ ബോധവതികളും ആയിരുന്നാൽ ഇതുപോലെയുള്ള ആത്മഹത്യകളും ഇതുപോലെയുള്ള നമ്മൾ മറ്റുള്ളവരാൽ ഇപ്പോൾ എന്തായാലും നമ്മളൊരു മറ്റൊരാളുടെ മരണത്തിന് ഉത്തരവാദിയായി നമ്മളെ ഒരു കൊലയാളിയായിട്ട് കുറച്ച് പേരെങ്കിലും കാണും. അയാളോട് തെറ്റ് ചെയ്തിട്ട് അയാളോടൊരു സിമ്പതി വരാൻ കാരണം അയാൾ മരണപ്പെട്ടു എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ കാരണം ആർക്കും ഒരു മരണം ഉണ്ടാകാതിരിക്കാൻ ഇടയാകട്ടെ. പിന്നെ കുറച്ചൊക്കെ നമുക്ക് സമൂഹത്തിൽ എല്ലാവരും പെർഫെക്റ്റ് അല്ല, എല്ലാവരും വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ നിന്ന് വരുന്നവരാണ്. നമുക്ക് ക്ഷമിക്കാൻ പറ്റുന്ന ചില തെറ്റുകൾ, ചെറിയ തെറ്റുകൾ നമുക്ക് ക്ഷമിക്കാൻ പറ്റും. അപ്പോൾ അല്ലാത്ത തെറ്റുകൾ നമുക്ക് അവരെ തിരുത്തി കൊടുക്കാൻ പറ്റും. ഇതൊന്നും അല്ലെങ്കിൽ നമുക്ക് അവരെ അപമാനിക്കാം, നമുക്ക് കേസ് കൊടുക്കാം, നിയമപരമായ വഴി പോകാം, ഇങ്ങനെയൊക്കെ നമുക്ക് പോകാം. പക്ഷേ ഇനിയെങ്കിലും ആരും ഇതുപോലെ വീഡിയോകളെടുത്ത് സോഷ്യൽ മീഡിയകളിലൊക്കെ ഇട്ട് മറ്റൊരാളുടെ ജീവിതം നശിപ്പിക്കാൻ അല്ലെങ്കിൽ അവരെ കുടുംബം നശിപ്പിക്കാൻ, ഇതിപ്പം ആ കുട്ടിക്കൊരു ഗുണവുമില്ല, എന്നാൽ അയാളുടെ കുടുംബത്തിനൊരു വലിയ നഷ്ടവും ആയിരിക്കും. എനിക്കതിനെക്കുറിച്ച് ആ പുള്ളിയുടെ കുടുംബത്തിൽ എങ്ങനെയാണ് അവിടുത്തെ അവസ്ഥകളെന്നൊന്നും എനിക്കറിയില്ല. എങ്കിലും അത് ഒരു വിഷമം ആയി നമ്മുടെ ഉള്ളിൽ ഉണ്ട്. അപ്പോൾ വീഡിയോ എടുക്കുന്ന പെൺകുട്ടികളാകട്ടെ ആൺകുട്ടികളാകട്ടെ എല്ലാവരും ഇക്കാര്യം ഒന്ന് ശ്രദ്ധിച്ചാൽ വളരെ നല്ലതായിരിക്കും. നിങ്ങൾ സ്പോട്ടിൽ പ്രതികരിക്കാൻ, അതായത് നമ്മുടെ വ്യക്തിത്വം നമുക്ക് അപ്പോൾ തന്നെ നമ്മളൊരാൾ ബാഡ് ടച്ച് ചെയ്യുന്നു, ആ സമയം തന്നെ അയാളെ കൈ തട്ടി മാറ്റാനോ പ്രതികരിക്കാനോ അയാളതിൽ നിന്ന് പിന്തിരിപ്പിക്കാനോ നമ്മൾ ശ്രമിക്കുക. വീഡിയോ എടുക്കുന്നത് രണ്ടാമത്തെ കാര്യമാണ്. അപ്പോൾ എല്ലാവർക്കും അതിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിർത്തുന്നു. നന്ദി.